നമസ്കാരം. വീണ്ടും വീണ്ടും തേഞ്ഞൊട്ടാൻ സംഘികളുടെ ജീവിതം ബാക്കി. വടക്കുംനാഥൻ പോലും ഇവരോടൊപ്പമില്ല എന്ന് തെളിയിച്ച സംഭവം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരു അവസരം നല്ലപോലെ കുളം കലക്കി വരികയായിരുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒറ്റ യോഗം, അതും നേരിട്ടുള്ള യോഗമല്ല, ഒരു ഓൺലൈൻ യോഗം, പ്രതീക്ഷകൾ മുഴുവൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. സ്വപ്നങ്ങൾ ഇങ്ങനെ ചീട്ടുകൊട്ടാരം വരെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. അതായത് തൃശ്ശൂർ ഇങ്ങ് എടുക്കാൻ നടക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് വടക്കുംനാഥൻ ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രതിസന്ധി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊണ്ട് തന്നതെന്നാണ് ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത്. വടക്കുംനാഥന് പോലും വേണ്ടാത്ത ജന്മങ്ങളാണ് കേരളത്തിലെ സംഘികളെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വവും പൂര കമ്മിറ്റിക്കാരുമായിട്ടുള്ള ഈ പൂരത്തിന് മുന്നോടിയായിട്ട് എക്സിബിഷൻ, ഈ ഫണ്ട് റൈസിംഗിന്റെ ഭാഗമായിട്ട് അവിടെ എക്സിബിഷൻ നടക്കാറുണ്ട്. അതിന്റെ തറ വാടകയുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ തോതിൽ ഒരു പ്രതിസന്ധി ഉടലെടുത്തത്, അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഭിന്നത ഉടലെടുത്തത്. 42 ലക്ഷം രൂപയാണ് മുൻകാലങ്ങളിൽ ഇവിടെ തറവാടകയായിട്ട് ഈ എക്സിബിഷൻ നൽകിയിരുന്നത്. അത് ഇത്തവണ വർദ്ധിപ്പിച്ചു എന്ന നിലയ്ക്കാണ് തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുകയും എക്സിബിഷൻ നടത്തുന്നില്ല, പൂരം അല്ലെങ്കിൽ ചടങ്ങുകൾ മാത്രമായി ഒതുക്കുമെന്ന തരത്തിലൊക്കെ ചില പ്രചരണങ്ങൾ വന്നത്. ഈ ഊന്ന് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില മാപ്രകളുണ്ടല്ലോ, സംഘി മാപ്രകൾ, അതിനെ പറന്നു പോയി എന്നങ്ങ് വരുത്തി തീർക്കും. എന്നിട്ട് ഉള്ളിസുരയുടെ പ്രതികരണങ്ങൾ, അതായത് ഞങ്ങൾ തൃശ്ശൂർ എടുക്കാൻ നടക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പൂരമല്ല, തൃശ്ശൂർ എടുക്കാനാണ് നടക്കുന്നത്. പൂരം നടന്നില്ലെങ്കിലും ഞങ്ങളെ പ്രശ്നമല്ല, പക്ഷെ തൃശ്ശൂർ ഞങ്ങൾക്ക് എടുക്കണം. ആ എടുക്കാൻ നടക്കുന്നവർക്ക് കിട്ടിയ അവസരമായിരുന്നു. ആ അവസരത്തെ ഞങ്ങൾ വിദഗ്ധമായി ഉപയോഗിക്കും. അതിനുവേണ്ടി തലസ്ഥാനം തൊട്ട് ഇങ്ങനെ കലക്കി തുടങ്ങി തൃശ്ശൂർ എത്തണതിന് മുന്നോടിയായിട്ട് പ്രശ്നം തീർന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞത്, വടക്കുംനാഥന് വേണ്ട, ശബരിമല ശാസ്താവിന് വേണ്ട. എന്തിനിടെ സംഘികളെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഈ നാട്ടിൽ ഹോമിച്ചു തീർക്കുന്നത്? നിങ്ങൾക്ക് ആ UP-യിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പോയി ജീവിച്ചൂടെ? ഈ ഇവിടെ കിടന്ന് ഇങ്ങനെ തേഞ്ഞൊട്ടേണ്ട വല്ല കാര്യമുണ്ടോ? കാര്യം നിങ്ങളുടെ കുളം കലക്കലിന് വേണ്ടി ഇവിടെ ഒരു ദൈവങ്ങളും നിങ്ങളോടൊപ്പം ഇല്ല എന്ന് തെളിയിക്കുന്ന സന്ദർഭം കൂടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വീണ് കിട്ടിയ സന്ദർഭത്തിൽ തന്നെ സുരേന്ദ്രന്റെ അമിത ആഹ്ലാദവും ഒപ്പം ഇവിടത്തെ താക്കീതുകളൊക്കെ ഒന്ന് കാണേണ്ടിയിരുന്നു. അല്ല, എന്റെ സംശയം ശബരിമലയെ തകർത്ത സർക്കാർ തൃശൂർ പൂരത്തിനും അള്ളുവെക്കുകയാണ്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സർക്കാർ തൃശൂർ പൂരത്തിന് അള്ളുവെക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? എങ്ങനെ നടത്താൻ സാധിക്കും? കൂട്ടുന്നതിനൊക്കെ ഒരു അതിരില്ല. തൃശൂർ പൂരത്തിന് അള്ളുവെക്കുന്നതിന് പിന്നിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമയിൽ ഒരിടത്തും ആധ്യാത്മികമായിട്ടുള്ള ഒരു സൂചകങ്ങളും ഉണ്ടാവരുത് എന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നു. അതാണ് സത്യം. അതായത് കേരളം എന്ന് പറയുമ്പോൾ നാം ലോകത്തിന് മുമ്പിൽ കാണുന്നത് എന്താണോ അതിനെല്ലാം ഇല്ലാതാക്കണം. അജണ്ടയാണ് അത്. പൂരം തകർക്കാനാണ് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നത്. പക്ഷെ അത് സർക്കാരിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. പൂരം തകർക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ അത് കയ്യും കെട്ടിയിരുന്ന് കാണും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വീണ് കിട്ടിയ അവസരത്തിൽ സുരേന്ദ്രന്റെ കത്തിക്കയറലായിരുന്നു. ഇതിനുശേഷം വച്ച നാവെടുത്തിട്ടില്ല. ഇതാണ് പറയുന്നത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, ട്രബിൾ ഷൂട്ടർ എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു വിഷയം ഉണ്ടാവുകയാണ്, കൊച്ചിൻ ദേവസ്വം ബോർഡുമായിട്ടുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റില്ല, ഒരു മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നു, മിനിറ്റുകൾക്കകം അതിന് പരിഹാരം ഉണ്ടാകുന്നു. ഇതിനെയല്ലേ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചറിയാണ്. എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടോ അവിടെയെല്ലാം പിണറായി വിജയൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. 42 ലക്ഷം രൂപയും ഒപ്പം 8% വർധനവും ഉൾപ്പെടെ ഈ വർഷം അത് യാതൊരു തർക്കവുമില്ലാതെ പൂരം നടക്കാൻ പോവുകയാണ്. ഈ നാട്ടിൽ അങ്ങനെ സംഘികൾക്ക് അവസരം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകില്ല. അത് പ്രതീക്ഷിച്ചാണ് സംഘികൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇവിടെ കിടന്ന് ഒടുങ്ങത്തേ ഉള്ളൂ. ഇവിടെ കലാപം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയോ ആരാധനാക്രമത്തിന്റെ പേരിലോ ഹിന്ദു വിശ്വാസങ്ങളുടെ പേരിലൊക്കെ കുളം കലക്കി കളയാമെന്ന് വിചാരിച്ചിരുന്നവരെയൊക്കെയാണ് പിണറായി വിജയൻ വീണ്ടും വീണ്ടും തേച്ചൊട്ടിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ നാട്ടിൽ പിണറായി വിജയനെതിരെ ഇത്രമാത്രം ശത്രുത ഉടലെടുക്കാൻ കാരണം. ശബരിമല കൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇടയ്ക്ക് കൊടുങ്ങല്ലൂരിൽ ചെന്നിട്ട് അത് വെച്ച് ജീവിക്കാൻ നോക്കി, അത് സമ്മതിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരമെങ്കിലും പിടിച്ച് ഞങ്ങൾക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല. തൃശ്ശൂർ എടുക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയായിരുന്നു. സുരേഷ് ഗോപി ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു കുറച്ചുകൂടെ ഫണ്ടിറക്കണം, നമുക്കിപ്പോ തൃശ്ശൂർ പൂരം മുടങ്ങാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, ഇത് വെച്ച് കലക്കി നമുക്ക് തൃശ്ശൂർ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ തൃശ്ശൂർ എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ തൃശ്ശൂർ എടുക്കാൻ നടന്നവർ ആകെ തേഞ്ഞൊട്ടിയ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ.
ഇതൊക്കെയാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. വിഷയത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നാട്ടുമ്പുറങ്ങളിൽ പറയും പോലെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞ കണക്ക് ആർക്കും പ്രശ്നമില്ലാതെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ആ വിഷയത്തെ ഉയർത്തി ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചവരെ എല്ലാത്തിലൂടെയും വായടപ്പിക്കുന്ന രീതിയിൽ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. സംഘികളുടെ ചില നുഴഞ്ഞുകയറ്റക്കാരെ കൂടി ഇതിന്റെ കൂടെ അയച്ചു. അവർക്ക് പോലും ആ സന്ദർഭത്തിൽ പിണറായി മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുല കണ്ടിട്ട് കണ്ണ് തള്ളി സമ്മതിച്ചു. അവർ കൂടി പോയിട്ട് അതിനോട് ഐക്യദാർഢ്യപ്പെട്ട് വരേണ്ട ഒരു അവസ്ഥയുണ്ടായി. കാര്യം മുടക്കാൻ വിട്ടവർ പോലും അതിനോടൊപ്പം ചേർന്നിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ആ പ്രവർത്തനമെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും തൃശൂർ പൂരവും ഇക്കുറി യാതൊരു പ്രതിസന്ധിയുമില്ലാതെ നടക്കും. ഈ നാട്ടിൽ ഇതൊക്കെയാണ് ഭരണ സംവിധാനം വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആരുടെയും ആചാരങ്ങളിലോ അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളിലോ കടന്നു കയറാനൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കും. പക്ഷേ ഇത് പരിഹരിക്കാൻ സംഘപരിവാറിന്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം മനുഷ്യരെ ഇട്ട് കഷ്ടപ്പെടുത്തി വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയൊക്കെ അവർ ഇതിനെ ലാക്കാക്കി മുതലാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം പ്രശ്നമല്ലാത്തത് കൊണ്ട് ഈ നാടിന്റെ ഒരു ഉത്സവമാണ്, ഈ നാടിന്റെ ഒരു ആഘോഷമാണ്. അതിനെന്തിനാണ് ഇങ്ങനെ പ്രതിസന്ധികളിൽ പെടുത്തി അതിന്റെ ശോഭ കെടുത്തുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഒറ്റ ഓൺലൈൻ മീറ്റിംഗ് മതി. ആ ഓൺലൈൻ മീറ്റിംഗിലൂടെ പുല്ല് പറിക്കുന്ന ലാഘവത്തിൽ ആ പ്രശ്നത്തെ അങ്ങ് പറിച്ചു കളയുന്ന ഒരു അവസ്ഥ. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് സംഘികളടുത്ത് പറയുന്നത്, ഈ നാട്ടിൽ നിങ്ങൾക്ക് ഒരു സ്കോപ്പുമില്ല. ഇവിടെ നിന്ന് വെറുതെ സമയം കളയാതെ പ്ലീസ് സ്റ്റാൻഡ് വിട്ട് പോകൂ. ഈ നാടെത്തി സമാധാനമായി ജീവിക്കട്ടെ എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ.